ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപുട്ടാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ ഇങ്ങനെ ബോളാക്കുമ്പോൾ ഇങ്ങനെ വരണം, അത് ഇങ്ങനെ പൊടിഞ്ഞിരിക്കണം. ഇതാണ് എൻ്റെ പരുവം പറയുന്നത്. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റ് നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റുക. ഇനി ഇതിൻ്റെ ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം വേണ്ടിയവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ഗ്യാസിൽ നിന്ന് എടുക്കാം. ഇനി ക്യാരറ്റ് വഴറ്റിയത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുട്ടുപൊടിക്കകത്തിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം എടുത്ത് മിക്സ് ചെയ്യുക. പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ട് കുറ്റി എടുക്കുക. ഇതിൻ്റെ ചില്ലുണ്ട്. ചില്ലാദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. പകുതിയായി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി തേങ്ങ ഇടാം. ഇനി ഫില്ല് ചെയ്യാം. പൊടി ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് നനയ്ക്കാവുന്നതാണ്. ഇനി ഇതിൽ മുകളിൽ തേങ്ങ വെച്ച് കൊടുക്കാം. അടയ്ക്കാം. ഇപ്പം കുടത്തി വെച്ചിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി കുറ്റി എടുത്ത് വെക്കാം. സ്റ്റീം വന്നിട്ടുണ്ട്. പിന്നെ 3 ഹോളിൽ കൂടെ സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ചില്ലെടുത്ത് മാറ്റാം. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് വഴട്ടാതെ തന്നെയും നിങ്ങൾക്ക് ഡയറക്റ്റ് എണ്ണത്തിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.